ഹലോ വെൽക്കം ബാക്ക് ടു സെബീസ് ഫ്ലേവേഴ്സ്. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ചോക്കോ ലാവ കേക്കിൻ്റെ റെസിപ്പിയാണ് ഇന്ന് ഞാനിവിടെ കാണിക്കുന്നത്. വെറും 4 ഇൻഗ്രീഡിയൻസ് മാത്രം വെച്ചിട്ടാണ് നമ്മൾ ഈ കേക്ക് റെഡിയാക്കി എടുക്കുന്നത്. നല്ല അടിപൊളി ടേസ്റ്റാണ്. ബീറ്ററോ മുട്ടയോ ഓവനോ ഒന്നും തന്നെ നമ്മളിതിൽ യൂസ് ചെയ്യുന്നില്ല. നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ആദ്യം ഈ ലാവ കേക്കിൽ ലാവയ്ക്ക് വേണ്ടിയിട്ടുള്ള ചോക്ലേറ്റ് ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. ഞാനിവിടെ കുറച്ച് ഡാർക്ക് ചോക്ലേറ്റ് കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട്. അതിലേക്ക് നല്ല തിളച്ച പാലാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. 2-3 ടേബിൾ സ്പൂൺ പാൽ ഒഴിച്ചു കൊടുത്തിട്ട് ഇളക്കി ചോക്ലേറ്റ് ഒന്ന് അലിയിച്ചെടുക്കണം. ഇനി ഇതൊന്ന് കട്ടിയായി കിട്ടാൻ വേണ്ടിയിട്ട് അരമണിക്കൂർ ഫ്രീസറിൽ വെക്കുക. ഇനി നമുക്ക് കേക്കിനുള്ള ബാറ്റർ റെഡിയാക്കി എടുക്കാം. ഞാനിവിടെ ഓറിയോ ബിസ്ക്കറ്റാണ് എടുത്തിട്ടുള്ളത്. 120 ഗ്രാമിൻ്റെ 2 പാക്കറ്റ് ഓറിയോ ബിസ്ക്കറ്റ് എടുത്തിട്ടുണ്ട്. ഇത് ക്രീമോട് കൂടി തന്നെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് നല്ല പോലെ ഒന്ന് പൊടിച്ചെടുക്കണം. ഈ പൊടിച്ചെടുത്ത ബിസ്ക്കറ്റിലേക്ക് 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/2 കപ്പ് പാലും പ്ലസ് 2 ടേബിൾ സ്പൂൺ പാലും കൂടെ ചേർത്തിട്ട് ഒന്നുകൂടെ ജസ്റ്റ് ഒന്ന് അടിച്ചെടുക്കണം. ഇനി ഇതുപോലെയുള്ള ഒരു പാത്രത്തിൽ കുറച്ച് ഓയിലൊന്ന് തടവി കൊടുത്തതിന് ശേഷം കേക്ക് ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. നമ്മൾ പാലൊഴിച്ച് മെൽറ്റ് ചെയ്ത് ഫ്രീസറിൽ വെച്ച ചോക്ലേറ്റ് ഇപ്പോൾ നല്ലപോലെ കട്ടിയായി കിട്ടിയിട്ടുണ്ട്. ഇത് കൈവച്ച് ഇതുപോലെ ഒന്ന് ഉരുട്ടിയെടുത്തതിന് ശേഷം ഈ കേക്ക് ബാറ്ററിന് നടുവിലേക്കായിട്ട് വെച്ച് കൊടുക്കുക. ഈ ചോക്ലേറ്റിൻ്റെ അളവിലൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റം വരുത്താം. ഞാനിവിടെ ഒരു 100 ഗ്രാമോളം ചോക്ലേറ്റ് എടുത്തിട്ടുണ്ട്. ഇനി ഇതിന് മുകളിലായിട്ട് ബാറ്റർ ഒന്ന് ഇതുപോലെ കവർ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഒരു 2-3 തവണ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. ഇനി ഈ കേക്ക് ബാറ്ററിനെ പ്രീഹീറ്റ് ചെയ്തെടുത്തിട്ടുള്ള ഒരു പാനിലേക്ക് ഇറക്കി കൊടുക്കുക. ഞാനൊരു 10 മിനിറ്റ് മുന്നേ ഈ പാന് ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഇത് കവർ ചെയ്ത് അരമണിക്കൂർ ചെറിയ തീയിൽ വേവിച്ചെടുക്കുക. അരമണിക്കൂറൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഞാനിത് തുറന്നു നോക്കിയത്. നമ്മുടെ കേക്കൊക്കെ നല്ല പോലെ പൊങ്ങി കുക്കായി വന്നിട്ടുണ്ട്. ഇനി ഈ കേക്ക് ചൂടാറാനായിട്ട് ഒരു 10 മിനിറ്റ് മാറ്റി വെക്കുക. എന്നിട്ട് പതുക്കെ ഇതുപോലെ ഒരു പ്ലേറ്റിലേക്ക് കമഴ്ത്തിയിട്ട് കൊടുക്കുക. നമ്മൾ ഈ പാത്രത്തിൽ ചെറുതായിട്ടൊന്ന് തട്ടി കൊടുത്താൽ മതി. അപ്പോൾ ഇത് നല്ല പോലെ തന്നെ വിട്ട് കിട്ടിക്കോളും. ഇപ്പോൾ നമ്മുടെ ലാവ കേക്ക് നല്ല പോലെ തന്നെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി അധികം ചൂടാറുന്നതിൻ്റെ മുന്നേ തന്നെ നമുക്ക് ഈ കേക്കിനെ ഒന്ന് കട്ട് ചെയ്ത് നോക്കാം. നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ലാവ കേക്ക് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. കേക്കിൽ നിന്നും ലാവ നല്ല പോലെ ഒലിച്ചിറങ്ങി വന്നിട്ടുണ്ട്. നമ്മൾ ചോക്ലേറ്റ് മെൽറ്റ് ചെയ്ത് കട്ടിയാക്കി എടുത്തതിന് ശേഷമാണല്ലോ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ചോക്ലേറ്റ് ഇങ്ങനെ മെൽറ്റ് ചെയ്ത് ചേർക്കുമ്പോഴാണ് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ലാവ കേക്ക് റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റുക. കേക്കിൽ നല്ല പോലെ ലാവ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ മെൽറ്റ് ചെയ്ത് ചേർക്കുന്നത്. ചോക്ലേറ്റ് മെൽറ്റ് ചെയ്യാതെ അങ്ങനെ തന്നെ വെച്ച് കൊടുത്താലും മതി. പക്ഷേ അപ്പോൾ നമുക്ക് ഇത്രയും ലാവ കിട്ടില്ല. നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു ലാവ കേക്ക് കഴിക്കാനായിട്ട്. വെറും 4 ഇൻഗ്രീഡിയൻസ് മാത്രം വെച്ചിട്ടാണ് നമ്മൾ ഇത്ര ടേസ്റ്റിലുള്ള ഈ ഒരു ലാവ കേക്ക് റെഡിയാക്കി എടുത്തിട്ടുള്ളത്. വളരെ ഈസി ആയിട്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാനും പറ്റും. ഒരു തവണയെങ്കിലും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി നിങ്ങളുടെ കമൻസൊക്കെ അറിയിക്കണേ. നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. നല്ല നല്ല റെസിപ്പീസുമായി പുതിയ വീഡിയോയിലൂടെ വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.